കേരള മോഡൽ എന്ന് പറഞ്ഞ് സർക്കാരെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത് നാട്ടുകാരെ നിങ്ങൾ അറിയിക്കേട് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഡെലിവറിക്ക് വേണ്ടിയാണ് ഈ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയും അശ്രദ്ധയും കാരണമാണ് ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് പട്ടാമ്പിയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ മാത്രം ഒരു കേസല്ല. കേരളത്തിലുടനീളം ഗവൺമെന്റ് ആശുപത്രികളിൽ ഈ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ജീവനോട് കൂടി അവരുടെ രോഗം ഭേദമായി തിരിച്ചു വരാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം കേരളത്തിന്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു എന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ കേസുകളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളായി കേരളക്കരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി വിധേയമാകുന്ന സ്ത്രീകളുടെ വയറിൽ ആ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കത്രിക വെച്ച് തുന്നിപ്പിടിപ്പിച്ച സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല, ഒന്നിലേറെ സംഭവങ്ങൾ ഈ കേരളക്കരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ അമ്മമാർ, ആ സഹോദരിമാർ നീതിക്ക് വേണ്ടി കേരളത്തിൽ അലയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കുപ്പിച്ചില്ലും അതുപോലെയുള്ള വസ്തുക്കളും ഈ മുറിവിനകത്ത് വെച്ചുകെട്ടിയ സംഭവം ഈ കേരളക്കരയിൽ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. താലൂക്ക് ആശുപത്രിയെ, ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ വിവിധങ്ങളായ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യങ്ങൾ അടുത്ത കാലത്ത് ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പട്ടാമ്പി താലൂക്ക് ആശുപത്രി എത്രയോ കാലമായി ദയനീയമായ സ്ഥിതിയിലാണ് പട്ടാമ്പിയിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഉള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനകം ഈ താലൂക്ക് ആശുപത്രിയുടെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടുത്തെ MLAക്കോ സർക്കാരിനോ സാധ്യമായിട്ടില്ല എന്നതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് മിനിഞ്ഞാന്ന് മരണപ്പെട്ട ആ സഹോദരി. നിങ്ങൾ ഓർക്കണം, അവിടെ കൃത്യസമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാവേണ്ടുന്ന സൗകര്യങ്ങളും ഉണ്ടാവേണ്ടുന്ന ഉദ്യോഗസ്ഥരും സമയത്തിന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു കുടുംബം വന്ന് കരഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ, പൊതുപ്രവർത്തകരുടെ മുന്നിൽ, ഉദ്യോഗസ്ഥരുടെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാടകം കളിക്കാൻ വേണ്ടി
ജീവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബവും ഒന്ന് കളിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വേദനയോട് കൂടിയാണ് ആ മരണപ്പെട്ടു പോയ സഹോദരി ഇന്ന് പത്രക്കാരെ കണ്ടുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചത്. അത് വിശ്വാസത്തിലെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ സിസ്റ്റം മുഴുവൻ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി, തെറ്റുകളെ മറച്ചുപിടിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. CCN ചെർപ്പുളശ്ശേരി.